ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയെ നീലിമയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതി ഏതായാലും ആന്റണി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ആന്റണി ചെല്ലുന്നതോടുകൂടത്തിന് ആ ഒരു ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അതിവിദഗ്ധമായിട്ട് തന്നെ ആന്റണി ശ്രുതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. പിന്നീട് ഒരിക്കൽ സച്ചി നീലിമയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നീലിമയുടെ കൂടെ ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കുന്നുണ്ട്. സച്ചി പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഏതായാലും എന്റെ കയ്യിൽ ഇരിക്കട്ടെ മാഡം, ഇങ്ങനെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് എന്റെ വൈഫിന് കാണിച്ചു കൊടുക്കാലോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി സച്ചി ഏതായാലും നീലിമയുടെ കൂടെ ഇരുത്ത ആ ഒരു സെൽഫി നേരെ രേവതിക്ക് കാണിച്ചു കൊടുക്കും. രേവതി ചോദിക്കുന്നത്, ആഹാ ഇവളാണോ സച്ചിയേട്ടൻ പറഞ്ഞ ഫ്രണ്ട്? ഏതായാലും കാനഡക്കാരി നന്നായിട്ടുണ്ട് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ദേവു അങ്ങോട്ടേക്ക് വരുന്നത്. ദേവു പറഞ്ഞിട്ട്, ആഹാ ഇവളാള് കൊള്ളാലോ, ഇവള് ഞാൻ എവിടെയോ കണ്ടതുപോലെയുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, ഇവളെ നീ എങ്ങനെ കാണാനാ? ഇവള് നാട്ടിലുള്ള ആളൊന്നുമല്ല, ഇവള് കാനഡക്കാരിയാണ്. ഇടയ്ക്കൊക്കെ വന്നു പോവാറുണ്ട്, വരുമ്പോഴൊക്കെ എന്റെ വണ്ടിയാണ് ഓട്ടോ വിളിക്കാറ് എന്നൊക്കെ പറയാണ് സച്ചി. അന്നേരം ദേവു പറഞ്ഞിട്ട്, ഇല്ല സച്ചിയേട്ടാ, ചേച്ചി ഇതവളാണ്. അന്ന് നിങ്ങളുടെ കല്യാണത്തിന്റെ അന്ന് സുധിയുമായിട്ട് ഇവൾ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. ദേവുവിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഒരു സംശയമായിരിക്കും. വീണ്ടും ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ രേവതി പറഞ്ഞിട്ട്, അതേ സച്ചിയേട്ടാ, ദേവു പറയുന്നത് കേട്ടിട്ട് ഞാനും ഇവരെ ശരിക്കും എവിടെയോ കണ്ടതുപോലെയുണ്ട് എന്ന് പറയും. ദേവു, നീ പറഞ്ഞതൊക്കെ ശരിക്കും ഉറപ്പാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവു പറഞ്ഞിട്ട്, അതേ സച്ചിയേട്ടാ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അന്ന് തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇവളുടെ പുറകെ പോയതാ. അന്ന് തന്നെ ഇവൾ എന്തൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നീലിമയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. അവളാണ് നീലിമ എന്നൊക്കെ ഇങ്ങനെ ദേവു പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ സച്ചി ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. രേവതി ചോദിക്കുന്നത്, എന്ത് നീലിമയോ? നിങ്ങളുടെ ഏട്ടൻ ചതിച്ചിട്ട് പോയ ആ പെണ്ണിന്റെ പേര് നീലിമ എന്ന് തന്നെയല്ലേ? അവൾ കാനഡയിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞിരുന്നത്? സച്ചി പറഞ്ഞിട്ട്, അതെ, ഒരിക്കൽ ആ പെണ്ണ് കാനഡയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ സാക്ഷി ഒപ്പിടാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് പോയില്ലേ? നീയും അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ രേവതി എന്ന് ചോദിക്കുന്ന സമയത്തന്നെ രേവതി പറഞ്ഞിട്ട്, ഇനി ഏതായാലും സംശയമൊന്നും വേണ്ട, ഇത് നിങ്ങളുടെ ഏട്ടന്റെ പഴയ കാമുകി തന്നെയാണ് നീലിമ. അന്നേരം സച്ചിക്ക് അങ്ങ് ദേഷ്യം വരണ്ട്. ഓ, അപ്പോ ഈ കള്ളിയാണോ എന്റെ അച്ഛന്റെ കാശെടുത്ത് ഓടിയത്? രേവതി, ഇതിലെന്തോ ചതിയുണ്ട്. ആ പെണ്ണ് ഇവിടെ നിന്നും പോയതിനു ശേഷമാണ് സുധിക്ക് ഷോപ്പ് തുടങ്ങാൻ കാശൊക്കെ വന്നത്. അതെന്താണെന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. എല്ലാ കള്ളക്കളയും ഇന്ന് ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് നേരെ വണ്ടിയെടുത്ത് നീലിമയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്തിന് നീലിമ ചെന്ന് വാതിൽ തുറന്നു നോക്കുന്നത്. നീലിമ ചോദിക്കുന്നത്, സച്ചി നിങ്ങളോ? അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അതിന് ഞാൻ നിങ്ങളെ ഓട്ടോ ഒന്നും വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. എനിക്ക് ഇന്ന് ഏതായാലും കാറ് വേണ്ടാന്നിങ്ങനെ നീലിമ പറയുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, കാറ് വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് പണം വേണം. സച്ചി ഒന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത് കണ്ടിട്ട് നീലിമക്ക് ദേഷ്യം വരെ. നീലിമ ചോദിക്കുന്നത്, സച്ചി എനിക്ക് കാറ് വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കും. പുറത്തേക്ക് ഇറങ്ങിപ്പോ സച്ചി, ഇപ്പൊ നിന്റെ സംസാരം ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീലിമ സച്ചിയോട് ദേഷ്യപ്പെടും. അന്നേരം സച്ചി ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ചാടി എഴുന്നേറ്റ് കൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി നിന്റെ പേര് നീലിമ എന്നല്ലേടി എന്ന് ചോദിക്കുന്ന സമയത്തിന് നീലിമക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. നീലിമ ചോദിക്കുന്നത്, ഇത്ര കാലം എന്നെ റെസ്പെക്റ്റോടുകൂടെ മാത്രം സംസാരിച്ചിട്ട് ഇപ്പൊ നീ എന്താ എന്നെ കയറിയിട്ട് എടി പൊടിന്ന് വിളിക്കുന്നോ? എന്ത് പറ്റി സച്ചി? നിനക്കൊക്കെ അന്നേ തന്നെ ലിമിറ്റ് വെക്കേണ്ടതായിരുന്നു. സച്ചി പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ ഡ്രൈവറായിട്ടൊന്നുമല്ലടി. എടി നിനക്ക് സുധി അറിയാമോ? നിന്റെ പൂർവ്വകാമുകനായിരുന്നു സുധി. ആ, അല്ലെങ്കിലും നിനക്ക് എങ്ങനെ ഓർമ്മ വരും? അങ്ങനെ എത്ര കാമുകന്മാരും നിനക്കുണ്ടായിരിക്കും? സച്ചിയുടെ വാക്കുകൾ ഇങ്ങനെ അതിര് വിടുന്നത് കണ്ടിട്ട് നീലിമക്ക് ദേഷ്യം വന്നിട്ട്, മൈൻഡ് യുവർ വേർഡ് സച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിക്ക് നേരങ്ങ് കൈചൂടും. സച്ചി പറഞ്ഞിട്ട്, കാനഡയിൽ നിന്നും വന്ന പാവം പെണ്ണാണെന്നാ ഞാൻ ഇത്ര കാലം നിന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത്. ഇന്നല്ലേടി നിന്റെ തനി ഗുണം എനിക്ക് മനസ്സിലായത്. ഞാനും സുധിയൊക്കെ ഒരേ രക്തം തന്നെയാണ്. എന്റെ ഏട്ടനാണവൻ. നീ സുധിയെ പറ്റിച്ച് നാട് വിട്ടില്ലേ? ആ സുധിയുടെ അനിയനാണ് ഞാൻ സച്ചി. നീ അവനെ മാത്രം മറന്നുപോയോ, അതോ അവനെ പറ്റിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയ 50 ലക്ഷം രൂപയുടെ കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കും. നീലിമക്ക് ദേഷ്യം വരെയാണ്. നീലിമ പറഞ്ഞിട്ട്, ചുറ്റി വളഞ്ഞിങ്ങനെ സംസാരിക്കേണ്ട സച്ചി, നീ സുധീര അനിയൻ അതല്ലേ നീ പറയാൻ വന്നത്? നിനക്ക് എന്താ ഇനി വേണ്ടത്? അത് സ്ട്രൈറ്റ് ആയിട്ടുണ്ട് നീ എന്നോട് ചോദിക്കുമെന്ന് പറയാണ് നീലിമ. അതെ, നീ അവന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്ന 50 ലക്ഷം രൂപ അത് അവന്റേതൊന്നുമല്ല, അത് എന്റെ അച്ഛൻ്റെതാണെന്ന് പറയാണ് സച്ചി. ഓ, അതൊക്കെ എനിക്കറിയാം, അത് നിന്റെ അച്ഛന്റെ റിട്ടയർമെന്റിന്റെ പണമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ സച്ചി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഓ, അപ്പോ നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയല്ല അത് എടുത്തോണ്ട് പോയത് എന്ന് ചോദിക്കും. എന്താടി അത്രയും അഹങ്കാരാണോ നിനക്ക്? അത് ആരെയും പറ്റിച്ച് സമ്പാദിച്ചതൊന്നുമല്ല. എന്റെ അച്ഛന്റെ 35 വർഷത്തെ വിയർപ്പാണത്. അത് നീ പറ്റിച്ച് ഓടിപ്പോയില്ലേ? സച്ചി ദേഷ്യപ്പെട്ട് നീലിമയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യുറങ്ങുന്ന സമയത്തിന് നീലിമ വന്നിട്ട് ആ ഒരു കയ്യങ്ങ് തടഞ്ഞു വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ സച്ചിയോട് പറഞ്ഞിട്ട്, എന്നാ നിന്റെ അച്ഛന്റെ പണം മോഷ്ടിച്ചത് ഞാനൊന്നുമല്ല സച്ചി. നിന്റെ അച്ഛന്റെ പണം മുഴുവനായി എടുത്തിരിക്കുന്നത് നിന്റെ ഏട്ടൻ തന്നെയാണ്. അതുകൊണ്ട് നീ ആദ്യം അവനെ പോയിട്ട് അടിക്കാൻ നോക്ക്. സച്ചി ചോദിക്കുന്നത്, അവന്റെ കയ്യിൽ നിന്ന് നീ എല്ലടി ആ പണം എടുത്തുകൊണ്ട് പോയത്? അവൻ വലിയ പഠിപ്പൊക്കെ പഠിച്ചു എന്നേ ഉള്ളൂ, അവനൊട്ടും ബുദ്ധിയില്ല.
അതുകൊണ്ട് മാത്രമാണ് നിന്നെ പോലൊരുത്തിയെ അവൻ വിശ്വസിച്ചു പോയത്. കുറെ കാലമായി ഞങ്ങളെല്ലാവരും നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. എന്നാൽ നീ ഇത്ര കാലം എന്റെ കാറിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഇത്ര കാലം നീ എന്റെ കാറിലൂടെ അങ്ങനെ ചുറ്റി നടന്നെങ്കിൽ പോലും വിധി അവസാനം നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. എന്റെ അച്ഛനെ പോലെ ഒരു നല്ല ആളെ കഷ്ടപ്പെടുത്തിയിട്ട് നിനക്കങ്ങനെ ഒരുപാട് കാലമൊന്നും സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. നീലിമ പറഞ്ഞിട്ട് സച്ചി, നീ എന്തിനെങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നത്? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ സച്ചി പറഞ്ഞിട്ട്, എന്റെ അച്ഛനെ പറ്റിച്ചു കൊണ്ടുപോയ 50 ലക്ഷം രൂപ അതെനിക്ക് ഇപ്പൊ കിട്ടണം. ആ പണം കിട്ടാതെ ഞാൻ ഒരിക്കലും എവിടെ നിന്നും പോവില്ല. അതുകൊണ്ട് നീ വേണമെങ്കിൽ പോലീസിനെ ഫോൺ ചെയ്യ്. പോലീസ് ഇങ്ങോട്ടേക്ക് വരട്ടെ, എന്നിട്ട് നീ ആരാണെന്ന കാര്യം അവർക്കും മനസ്സിലാവട്ടെ എന്നൊക്കെ പറയും. സച്ചിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ നീലിമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? അല്ലെങ്കിൽ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്കിപ്പോ ചിരിയാണ് വരുന്നത്. എന്താടി നീ കട്ടെടുത്തു പോയ കാശ് ചോദിക്കുന്ന സമയത്ത് നിനക്ക് ചിരി വരുന്നുവല്ലേടി? എടി മര്യാദക്ക് എന്റെ കാശെടുക്കടി, അല്ലെങ്കിൽ പിന്നെ ഈ സച്ചിയുടെ മറ്റൊരു മുഖം നീ കാണുമെന്നൊക്കെ പറഞ്ഞ നീലിമയെ വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് വരുമായിരിക്കൂട്ടോ സച്ചി. ആ സമയത്തിന് നീലിമ പറയുന്നുണ്ട്, ആ പണം ഞാൻ എന്നോ അവന് കൈമാറി കഴിഞ്ഞു. ഞാൻ പണം തിരികെ കൊടുത്ത കാര്യമൊന്നും സുധി നിന്നോട് പറഞ്ഞില്ലേ? ദേ ചുമ്മാ കള്ളം പറയാതെ എന്ന് പറയായിരിക്കട്ടെ സച്ചി, കാരണം സച്ചിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീലിമ പറഞ്ഞിട്ട്, ഞാൻ എന്തിന് നിങ്ങളോട് കള്ളം പറയണം? ഞാൻ ആ 50 ലക്ഷം രൂപ തിരികെ കൊടുത്തത് 3 ലക്ഷം രൂപ പലിശ കൂടി ചേർത്തിട്ടാണ്. അപ്പോ ആ കാര്യം നിങ്ങളോട് ആരോടും അവൻ പറഞ്ഞില്ല അല്ലേ? എന്താ സച്ചി, നിന്റെ ഫാമിലിയിൽ ആർക്കും വിവരമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നീലിമ കളിയാക്കി ചിരിക്കും. സച്ചിക്ക് ദേഷ്യം വരാണ്. എടി എന്റെ കുടുംബത്തെ പറ്റിയിട്ട് ഇങ്ങനെ കളിയാക്കാതെ, നീ എപ്പോഴാണ് പണം കൊടുത്തത് എന്ന് ചോദിക്കും. നീലിമ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞതല്ലേ, ലാസ്റ്റ് ടൈം വന്നപ്പോൾ നിന്റെ ഏട്ടൻ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വെറുതെ ഓരോ പ്രശ്നമുണ്ടാക്കി. അപ്പൊ തന്നെ ഞാൻ 50 ലക്ഷം രൂപ എണ്ണി കൊടുത്തു. പോരാത്തതിന് 3 ലക്ഷം രൂപ പലിശയായിട്ടും കൊടുത്തു. അതിന് സാക്ഷിയായിട്ട് നിങ്ങൾ തന്നെയാണ് സൈൻ ചെയ്തത്. നീലിമയുടെ വാക്കൊന്നും സച്ചിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തന്നെ നീലിമ പറഞ്ഞിട്ട്, അതെ, അന്ന് അതിനു വേണ്ടിയിട്ടാണ് നീ സാക്ഷിയായിട്ട് സൈൻ ചെയ്തിരുന്നത് എന്ന് പറയും. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്, അന്ന് ആ കേസിന് വേണ്ടിയിട്ടാണ് ഫുൾ ക്യാഷും സെറ്റ് ചെയ്തത്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചോദിച്ചു നോക്ക്. SI നിനക്കെല്ലാം പറഞ്ഞു തരൂ. കാര്യം അറിയാതെ നീ എന്റെ മെക്കെട്ട് കയറാതെ. നിന്റെ ഏട്ടൻ ഇത്ര കാലമായിട്ട് നിന്റെ ഫാമിലിയെ മൊത്തം ചതിക്കുന്നതൊന്നും നിനക്കറിയില്ല അല്ലേ? ഞാനൊരു തേർഡ് പേഴ്സൺ ആണ് സച്ചി. നീ പറഞ്ഞതുപോലെ നിന്റെ ഏട്ടൻ നിന്റെ സെയിം ബ്ലഡ് തന്നെയല്ലേ? അവര് നിന്നെ ചതിച്ചു, എന്നിട്ട് നീ എന്നെയാണോ ചോദ്യം ചെയ്യേണ്ടത്, അതോ നിന്റെ ഏട്ടനെ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കാണ് നീലിമ. സച്ചിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. നീലിമയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ശരിക്കും അവനെ തന്നെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇത്ര കാലമായിട്ട് അവൻ എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയെ മൊത്തം ചതിക്കുമായിരുന്നു. എന്റെ അച്ഛന് കൊടുക്കേണ്ട പണമാണ്, എന്നിട്ട് അത് തിരികെ കൊടുക്കാതെ അവനൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കുടുംബത്തിൽ ഞെളിഞ്ഞു നടക്കുകയാണ്. നീലിമ പറഞ്ഞിട്ട്, ഞാൻ എന്തുകൊണ്ടാണ് സുധിയെ വിട്ടു പോയത് എന്നുള്ള കാര്യം നിനക്കറിയാമോ? അവൻ സ്വന്തം കുടുംബത്തെ പോലും ചതിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള അവൻ എന്നെ ചതിക്കാൻ അത്ര നേരം വേണോ? അതുകൊണ്ട് തന്നെയാണ് അവന് മുന്നേ ഞാൻ അവനെ ചതിച്ചത്. സച്ചി ചോദിക്കുന്നുണ്ട്, ഓ അപ്പോ അവൻ ഇത്രമാത്രം ക്രിമിനലാണോ? അപ്പോ അവനൊരു കട തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ അത് അവന്റെ അമ്മായിച്ചൻ കൊടുത്ത കാശ് കൊണ്ടാണത്രേ. നീലിമ പറഞ്ഞിട്ട്, എനിക്കറിയാവുന്ന സുധിക്ക് ഇത്രമാത്രം ബുദ്ധിയൊന്നുമില്ല സച്ചി. ഇതിനെല്ലാത്തിനും കാരണക്കാരി അവന്റെ വൈഫ് മാത്രാണ്. അവളാണ് പാർലറിലേക്ക് പോകുന്ന വഴി എന്നെ കണ്ട് എന്നെ ലോക്ക് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് 50 ലക്ഷം രൂപക്ക് പുറമെ 3 ലക്ഷം രൂപ പലിശ ചേർത്താണ് അവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. നിന്റെ ഏട്ടൻ സുധിയേക്കാൾ ഡേഞ്ചർ ആ പെണ്ണാണ്, ആ ശ്രുതിയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നീലിമ. സച്ചി പറഞ്ഞിട്ട്, അതെ, അവൾ തന്നെയായിരിക്കും ഇതിനെല്ലാം പിന്നിൽ. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ സത്യം എല്ലാവരോടും തുറന്നു പറയണം. നീലിമ ചോദിക്കുന്നത്, ഞാൻ എന്തിനു പറയണം? ഞാൻ നിങ്ങളുടെ കൂടെയൊന്നും വരില്ല എന്ന് പറയും. സച്ചി പറഞ്ഞിട്ട്, ഞാൻ ഈ കാര്യം എന്റെ വീട്ടിൽ പറഞ്ഞ ആരും അത് വിശ്വസിക്കില്ലെന്നേ. കാരണം സുധി എന്തെങ്കിലും കള്ളം പറഞ്ഞവൻ രക്ഷപ്പെടും. നീ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും വിശ്വസിക്കുമെന്നൊക്കെ പറയുന്ന സമയത്തിന് നീലിമ പറഞ്ഞിട്ട്, ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഞാൻ വരാം. അവരോട് 2 പേരോടും എനിക്ക് തീർക്കാൻ കുറച്ച് കടം കൂടെ ബാക്കിയുണ്ട്. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് തീർക്കാൻ പറ്റിയിട്ടില്ല. ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സച്ചി. അതുകൊണ്ട് നീ കാർ എടുക്കുക എന്നൊക്കെ പറയാണ് നീലിമ. അങ്ങനെ സച്ചി നീലിമയെ കൂട്ടിക്കൊണ്ടായിരിക്കട്ടെ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നത്. എന്നാൽ നീലിമയെ പുറത്തു നിർത്തിയതിനു ശേഷം സച്ചി ഒന്നും അറിയാത്തതുപോലെ വീടിന്റെ അകത്തേക്ക് കയറി ചെല്ലും. സച്ചി താഴെ ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തിയതിനു ശേഷം പറയുന്നത്, ആ കാനഡക്കാരി ഇവിടെ വന്നു പോയിട്ട് 6 മാസമായി. അവൾ ആ പഴം മുഴുവൻ ദേ ഈ മുതലാളിയാണ് തിരിച്ചേൽപ്പിച്ചേക്കുന്നത്. ദേ കണ്ടില്ലേ, ഇവരാണ് നീലിമയുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങിയത് എന്നൊക്കെ പറയാട്ടോ സച്ചി. സച്ചിയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുമായിരിക്കും. ആ സമയത്തിന് ശ്രുതിയും പറഞ്ഞിട്ട്, സച്ചി ഇപ്പൊ പുതിയ കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് അമ്മേ, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കൊന്നും വേണ്ട. ചന്ദ്രമതി പറഞ്ഞിട്ട്, അല്ലെങ്കിലും എനിക്കിവനെ വിശ്വാസമല്ലടാ. എന്റെ മോനൊരു പാവമാണ്, അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്റെ മോനെ തന്നെയാണ് എനിക്ക് വിശ്വാസം എന്ന് പറയും.
ശ്രുതി ചോദിക്കുന്നതിന് ഇപ്പൊ എന്തിനാ സച്ചി നീ വെറുതെ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ആന്റി വെറുതെ എന്റെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ മനഃപൂർവ്വം ഓരോ കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് പറയാണ് ശ്രുതി. അന്നേരം ചന്ദ്രമതി പറയുന്നതിന് ശ്രുതിയെ ചെറുപ്പം തൊട്ടേ ഇവൻ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ടായിരുന്നു, അതിന്റെ അസൂയാണ് എപ്പോഴും സച്ചിക്ക് എന്ന് പറയാണ് ചന്ദ്രമതി. അപ്പൊ സച്ചി പറഞ്ഞിട്ട് അതേ അമ്മയെ, അസൂയ തന്നെയാണ്. അവനേക്കാൾ ക്രിമിനൽ ജോലി എനിക്ക് ഇന്നേ വരെ ചെയ്യാൻ പറ്റാത്തതിന്റെ അസൂയ. ശ്രുതി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? അല്ല, ഞങ്ങൾ പണം എടുത്തതിന് നിന്റെ കയ്യിൽ സാക്ഷിയുണ്ടോ? എന്താ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പണം എടുത്തത് എന്ന് ചോദിക്കും. സച്ചി പറഞ്ഞിട്ട് അതെ, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ പണം കൊടുക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ശ്രുതി പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണം വാങ്ങിച്ചതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അങ്ങനെ തെളിവ് സഹിതം നീ എന്റെ മുന്നിൽ വാ, അപ്പം ഞങ്ങൾ വിശ്വസിച്ചോളാമെന്ന് പറയും. ഒരിക്കലും നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല സച്ചി എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ് ശ്രുതി. അതെ, ഇത് പോയിന്റാണ് പാർലറേട്ടെത്തി, നീ ഇപ്പൊ ചോദിച്ച സാക്ഷി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സച്ചി നേരെ നീലിമയെ അകത്തേക്ക് വിളിക്കുന്ന സമയത്തിന് നീലിമയെ കണ്ടതോടുകൂടി തന്നെ ശ്രുതിയും ശ്രുതിയും ആകെ ഇങ്ങനെ പേടിച്ച് വിറക്കുകയാണ്. നീലിമ അകത്തേക്ക് കയറി വന്നതിന് ശേഷം നീലിമ പറഞ്ഞിട്ട് സച്ചി ഇനി നീ മിണ്ടാതിരിക്ക്, ഞാൻ പറഞ്ഞോളാം കഥകളൊക്കെ. അതെ ആന്റി, അങ്കിളെ, നിങ്ങളുടെ മകൻ ആദ്യം പ്രേമിച്ചത് എന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും നല്ല പ്രണയത്തിലായിരുന്നു എന്ന് മാത്രമല്ല 1 വർഷമായി ഞാനും ഇവനും ലിവിങ് ടുഗദറിലായിരുന്നു എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട് കേട്ടോ, കാരണം ശ്രുതി ഒരിക്കലും അത് വിചാരിച്ചിരുന്നില്ല. ഇത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ഒരു ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് നീലിമയെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യോങ്ങും. എടി ദുഷ്ടേ, എന്റെ മോനെ ചതിച്ച് അവന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയവല്ലേ നീ. നിന്നെ ഞാൻ ഇത്ര കാലം തെരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. നിന്നെ ഇന്ന് തന്നെ ഞാൻ തല്ലിക്കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ചൂലെടുത്തിങ്ങനെ അടിക്കാൻ കഴിയുമെന്ന സമയത്തിന് രേവതി വന്ന് തടഞ്ഞു നിർത്തും. രേവതി പറഞ്ഞിട്ട് അമ്മേ വേണ്ട, അവൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ. ഞങ്ങളുടെ കല്യാണ റിസപ്ഷന് അന്ന് ഈ പെണ്ണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മുന്നിലൂടെയൊക്കെ സംസാരിച്ച് നിൽക്കുന്നതും ഞാൻ കണ്ടതാ. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഒരു പെണ്ണല്ലേടി, ഇങ്ങനെ മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ മോഷ്ടിച്ച പണമൊന്നും അല്ലാതെ, അത് ഞാൻ കഷ്ടപ്പെട്ട് രക്തം ചിന്തയുണ്ടാക്കിയ പണമാണ് എന്ന് പറയും. നീലിമ പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കങ്കിൾ, ഞാൻ ചെയ്തതെന്ന് തെറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തതിന് എൻ്റെ കയ്യിൽ ഒരുപാടധികം ന്യായങ്ങളുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് അങ്ങനെ കുറ്റബോധത്തോടുകൂടെ പറയാണ് നീലിമ. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എടി, വലിയൊരു തെറ്റ് ചെയ്തിട്ട് എത്രമാത്രം നിസ്സാരമായിട്ടാണ് നീ ഈ പറയുന്നത്? എൻ്റെ മോനൊരു പഞ്ചപാവം, അവനെ പറ്റിച്ചിട്ടില്ലേ നീ അവൻ്റെ കയ്യിൽ നിന്നും ആ പണം മുഴുവൻ അടിച്ചോണ്ട് പോയത്? നീലിമ പറഞ്ഞിട്ട് അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവൻ ഒരു പാവമാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല. വായടക്കടി, എൻ്റെ മോനെ പറ്റിയിട്ടാണ് നീ ഈ പറയുന്നത്? നിന്നെപ്പോലുള്ളവന്മാരൊന്നും എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറാൻ പോലും പറ്റില്ല. ചന്ദ്രമതി പറഞ്ഞിട്ട് എടാ ശ്രീകാന്തെ, പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കടാന്ന് പറയുന്ന സമയത്തിന് നീലിമ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട് നീ എൻ്റെ മോനെ പറ്റിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ മോഷ്ടിച്ചില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത് എന്ന് പറയും. നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അതെ, ഞാൻ പറ്റിച്ചു, പക്ഷേ 50 ലക്ഷം രൂപ ഞാൻ തിരികെ കൊടുത്തിരിക്കുന്നു. അതും 3 ലക്ഷം രൂപ പലിശ സഹിതം തന്നെയാണ് ഞാൻ തിരികെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയും. രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താണ് ഈ കേൾക്കുന്നത്? ഈ പെണ്ണ് പറയുന്നതൊക്കെ സത്യമാണോടാന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി പറയുന്നത് ഇല്ലച്ചാ, ഈ പെണ്ണ് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതാണെന്ന് പറയും. ചന്ദ്രമതി ചോദിക്കുന്നത് എന്താടാ ഈ പെണ്ണ് പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നീലിമ പറഞ്ഞിട്ട് അതെ ആന്റി, എന്റെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് മാത്രമല്ല, വാങ്ങിക്കുന്ന സമയത്ത് ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മരുമകളുണ്ടായിരുന്നു, ഇവൾ ബുദ്ധിമതിയാണ്, എന്റെ കയ്യിൽ നിന്നും 3 ലക്ഷം രൂപ അതിന്റെ പലിശ കൂടി ചോദിച്ചു വാങ്ങിച്ചു. എന്നാൽ അത് കേട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ്. ശ്രുതി പെട്ടെന്ന് തടി ഊരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇല്ലച്ചാ, ഇതാരും നിങ്ങളാരും ഇത് വിശ്വസിക്കരുത്. സച്ചിയും ഇവളും ചേർന്ന് വെറുതെ ഓരോ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കാണ്. അതിനു വേണ്ടിയിട്ട് സച്ചി ഒരു പക്ഷെ ഇവൾക്ക് പണം കൊടുത്ത് കാണും, അല്ലാതെ ഞങ്ങൾക്കൊരു പണവും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കള്ളം പറയായിരിക്കട്ടോ ശ്രുതി വീണ്ടും സച്ചിയെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് സച്ചിക്ക് ദേഷ്യം വരാണ്. സച്ചി ചോദിക്കുന്നത് എടാ, ഇപ്പോഴും നീ കുറ്റം ചെയ്തിട്ട് അത് മുഴുവൻ എന്റെ തലയിലാക്കാൻ നോക്കുന്നോ? ഇപ്പോഴും നിർത്താറായില്ലേ നിനക്ക് ഈ പണി? ചെറുപ്പം മുതലേ തുടങ്ങിയതല്ലേ ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീലിമയോട് പറയുന്നത് നീലിമയെ നീ അത് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. നീലിമ എല്ലാവർക്കും മുന്നിൽ അതിങ്ങനെ തെളിവ് സഹിതം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ കണ്ടില്ലേ, 50 ലക്ഷം രൂപ ഞാൻ ഇവർക്ക് കൈമാറി കൊടുത്തിരിക്കുന്നു, അത് ഞാൻ സ്റ്റേഷനിൽ നിന്ന് തെളിവ് സഹിതം വാങ്ങിച്ച പേപ്പർ. ഇതിന് സാക്ഷിയായി ഇതേ അടിയിലായിട്ട് സച്ചി സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. സുധിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണിത്. 3 ലക്ഷം രൂപ പലിശ സഹിതം തന്നെയാണ് ഞാൻ പണം കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നേരെ നീലിമ വർഷയുടെ കയ്യിലേക്ക് കൈമാറും. അത് വായിച്ചതിന് ശേഷം വർഷ പറഞ്ഞത് അതേ അങ്കിൾ, ഈ സ്ത്രീ പറയുന്നത് നേരാണ്. 5 മാസങ്ങൾക്ക് മുൻപേ ഇവരുടെ അക്കൗണ്ടിൽ നിന്നും സുധിയേട്ടന്റെ അക്കൗണ്ടിലേക്ക് 53 ലക്ഷം രൂപ പൈസ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്.
എന്നാൽ ആ ഒരു തെളിവ് നിരത്തുന്നതോടുകൂടെ തന്നെ ചന്ദ്രമതിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവാണ്. ചന്ദ്രമതി ഇങ്ങനെ ആകെ കുഴഞ്ഞു പോവാണ്. ആ സമയത്തിന് സച്ചി കുറ്റപ്പെടുത്തുന്നുണ്ട്. ജഡ്ജി നമുക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടല്ലോ. അന്ന് ആ വലിയ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് പാർലറിന്റെ അച്ഛനൊന്നല്ല പണം കൊടുത്തത്. അച്ഛൻ മലേഷ്യയിൽ നിന്നും പണം അയച്ചു എന്ന് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമായിരുന്നു. നീലിമയുടെ കയ്യിൽ നിന്നും ശ്രുതി വാങ്ങിച്ച പണമായിരുന്നു അത്. അതായത് എന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ കൊണ്ടാണ് അവൻ ആ കട തുടങ്ങിയത്. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ തുടങ്ങും. ഇല്ല ആന്റി, എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് കൺട്രോൾ പോയിട്ട് ശ്രുതിയുടെ കർണം തീർത്തോറ ഒറ്റ നങ്ങ് പൊട്ടിക്കും. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ നീലിമ കൈയടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് അവളൊന്നും അറിയില്ല എന്ന് ആന്റി പറയുള്ളൂ. എങ്കിലല്ലേ ഇനിയും ആന്റി ഇതുപോലെ എങ്ങനെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ പാർലറിൽ വെച്ചാണ് ഇവർ എന്നെ ലോക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ശ്രുതിക്ക് എന്റെ കയ്യിൽ നിന്നും പണം തിരികെ വാങ്ങാനുള്ള ടാലന്റ് ഒന്നുമില്ല. എല്ലാം ദേ ഇവള് ചെയ്യിപ്പിച്ചതാണ്. എനിക്ക് അന്നു മുതലേ ഇവരോട് രണ്ടുപേരോടും ചെയ്തു തീർക്കാനുള്ള പ്രതികാരമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് അതൊക്കെ ചെയ്തു തീർത്തതിന്റെ സന്തോഷത്തിലാണ് ഞാന്. ഇനി ഞാൻ ഇവിടെ നിന്നും കാനഡയിലേക്ക് മടങ്ങാണ്. ചെയ്ത തെറ്റിനെല്ലാം നിങ്ങളോടെല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ച് ഞാൻ ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞ് നീലിമ പടിയിറങ്ങും. സച്ചിയോട് നന്ദി പറഞ്ഞതിന് ശേഷം കാനഡയിലേക്ക് തന്നെ തിരിച്ചു പോവാട്ടോ നീലിമ. ശ്രുതിയുടെയും ശ്രുതിയുടെയും കള്ളത്തരം എല്ലാവർക്കും മനസ്സിലാവാണ്. വർഷ പറഞ്ഞത്, എന്നാലും എന്റെ ഏട്ടത്തി, നിങ്ങൾ എത്രമാത്രം വലിയ അഭിനയമാണ് ഈ കാഴ്ചവെച്ചത്. ഞാൻ സീരിയലിൽ ഡബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് പോലും ഇത്രമാത്രം ആക്ടിങ് എനിക്ക് വരാറില്ല. നിങ്ങൾ ഏതായാലും നിങ്ങളുടെ അഭിനയം ഏതായാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്നിങ്ങനെ വർഷ പറയുന്ന സമയത്തിനെ ശ്രുതി പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുമായിരിക്കും. രവീന്ദ്രൻ പറഞ്ഞിട്ട്, എടാ നീ എന്റെ മകനായിട്ട് തന്നെ പിറന്നല്ലോ. നീ കാരണം ഈ കുടുംബത്തിന് എത്രമാത്രം അപമാനമുണ്ടാക്കി തന്നു. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, രവിയേട്ട നിങ്ങൾ ഇവിടെ, ശ്രുതി നീ ഇവിടെ വാടാ. എന്നെ പറ്റിച്ച് എത്രമാത്രം നുണകളാണ് നീ എന്നോട് പറഞ്ഞത്. നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ പട്ടിയെ തല്ലുന്നത് പോലെ നിർത്താതെ ഇങ്ങനെ ഇട്ട് അടിക്കരിക്കട്ടെ ചന്ദ്രമതി. ആ സമയത്തിന്റെ ശ്രുതി ഒരു കൊച്ചു കുട്ടികളെ പോലെ കരയും. അമ്മേ വിടമ്മേ, എന്നെ തല്ലല്ലേ അമ്മേ. അമ്മ എന്നെ ഇങ്ങനെ തച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ശ്രുതിയുടെ പ്ലാനായിരുന്നു. അവളുടെ അച്ഛൻ പണം അയച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു കട തുടങ്ങണമെന്നൊക്കെ അവളുടെ പ്ലാനായിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന സമയത്തിന് മറുത്തൊന്നും പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ അവളുടെ ബാക്കിൽ നിന്നേ ഉള്ളൂ. എല്ലാം ഇവളുടെ ഐഡിയ ആണ് അമ്മേ. അതുകൊണ്ട് അമ്മ എന്നെ വെറുതെ വിടണമെന്നൊക്കെ ശ്രുതി കരഞ്ഞു പറയുന്നതും കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി പിന്നെ നേരെ തിരിയുന്നത് ശ്രുതിയുടെ നേർക്കായിരിക്കും. ശ്രുതിയോട് പറഞ്ഞിട്ട്, എടി പെരും കള്ളി, ഇത്ര നാളെ നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ. എടി സത്യം പറയടി, നിന്റെ അച്ഛൻ ശരിക്കും മലേഷ്യയിൽ തന്നെയാണോ, അതോ എന്റെ കുടുംബത്തിൽ കയറി വന്നിട്ട് ഇങ്ങനെ ഓരോ മാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇന്ന് തന്നെ നീ ഇവിടെ നിന്ന് പടിയിറങ്ങി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതിയെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും